Hi, Namaste, welcome back to WinTrader, welcome back to my channel. രാവിലെ തന്നെ ഒരു ബെസ്റ്റ് അതായത് ഒരു നല്ല പ്രോഫിറ്റബിൾ ട്രേഡ് എടുക്കാൻ പറ്റിയ സ്റ്റോക്ക് ഏതൊക്കെയാണ്? ഓക്കെ, അപ്പം രാവിലെ നമ്മൾ ആക്ച്വലി സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഏത് സ്റ്റോക്കിൽ ചെയ്താൽ ഇന്നേക്ക് രാവിലെ തന്നെ ഒരു മൊമെൻറ്റ് കിട്ടും. അപ്പോൾ ഡെയിലി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുന്ന പൊസിഷൻ കഴിഞ്ഞു പോയിട്ടുണ്ടാകും, അതോടൊപ്പം എടുക്കുമ്പോൾ അത് ലേറ്റും ആയിപ്പോൾ. അപ്പോൾ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ഈ പൊസിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പ്രത്യേക വഴി ഏതാണ്? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ആ ടിപ്സിൻ്റെ സജഷൻ ഞാൻ തരാം, അതോടൊപ്പം നിങ്ങൾക്ക് ആക്ച്വലി ഇന്നത്തെ മൊമെൻറ്റും കൂടെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇന്ന് രാവിലെ നിഫ്റ്റിക്ക് ഒരു നല്ലൊരു ബൈഡ് ട്രേഡ് നമുക്ക് ഒരു 11 o'clock മുമ്പ് കിട്ടിയിരുന്നു, അതോടൊപ്പം TCSന് കിട്ടിയിരുന്നു, അതോടൊപ്പം LNTക്ക് നല്ലൊരു മൊമെൻറ്റ് രാവിലെ തന്നെ വന്നിരുന്നു. പിന്നെ ഭാരതി എയർടെൽ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അപ്പം ഇതേപോലത്തെ മൊമെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി എങ്ങനെ കിട്ടാൻ കഴിയും? അതായത് രാവിലെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സ്റ്റോക്ക് സജഷൻ നിങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ കിട്ടാൻ പറ്റുന്ന ഒരു പ്രത്യേക സ്കാന് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയും ഞാനിന്ന് കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഇതുപോലുള്ളൊരു ട്രേഡ് എടുക്കാനുള്ളൊരു വഴിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സ്കാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പോളിക്യാബിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്കാനർ. അപ്പോൾ രാവിലെ തന്നെ ഒരു ബെറ്റർ ആയിട്ട്, അതായത് മോർണിംഗിൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ബെറ്റർ ആയിട്ടുള്ള ട്രേഡ് എങ്ങനെ കിട്ടാമെന്നുള്ളതാണ് കൂടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പം വീഡിയോ എൻ്റെ വരെ വാച്ച് ചെയ്യണം, വീഡിയോ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാൻ നോക്കരുത്. അതോടൊപ്പം നിങ്ങൾ ഡെമോയ്ക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 8139079994, ഇതാണ് വാട്സപ്പ് നമ്പർ. ഓക്കെ, അപ്പം സീമ കൃഷ്ണ. അപ്പം ഇതോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ഉള്ള ലൈവ് പെർഫോമൻസും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെയാണ് ഒരു ഗൈഡൻസ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ കംപ്ലീറ്റ് മാർക്കറ്റും കൊണ്ടുവന്നിരിക്കുകയാണ്. കംപ്ലീറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റും ഉണ്ട്, കമ്മോഡിറ്റി മാർക്കറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റും ഉണ്ട്. അപ്പം ഇതിനകത്ത് ഫോറക്സിൻ്റെ സ്കാൽപ്പിങ്ങിൻ്റെ സ്ട്രാറ്റജിയും കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പം ഒരു ഈവനിങ്ങിൽ ട്രേഡിനൊക്കെ പറ്റിയ ഒരു സ്ട്രാറ്റജിയും കൂടെ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ വരെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ എൻ്റെ വരെ വാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് മോർണിംഗിൽ തന്നെ, അതായത് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമുക്ക് മോർണിംഗിൽ തന്നെ ഒരു സ്റ്റോക്കിൽ, അതായത് ഏത് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും, ഏത് സ്റ്റോക്കിൽ അപ്പം ഏത് സ്റ്റോക്കിൽ ഇന്ന് പ്രോഫിറ്റ് വരും എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ആ സ്റ്റോക്ക് ലിസ്റ്റ് തന്നെ, അതായത് അഡാനി പോർട്സ് എൻ്റർപ്രൈസ്, മാരുതി, അതേപോലെ LNT, ഇൻഫി, ഡോക്ടർ റെഡ്ഡി, അഡാനി പോർട്സ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ഭാരതി എയർടെൽ, ഇതേപോലത്തെ കുറച്ച് സ്റ്റോക്ക് സജഷൻ ലിസ്റ്റ്, അതായത് ഡെയിലി വോളിയം തരുന്ന സ്റ്റോക്ക് ലിസ്റ്റുകൾ ഒരു മിനിമം 15-10 സ്റ്റോക്കുകളോളം മാത്രം മതിയാവും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ. മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്മൾ 20 സ്റ്റോക്ക് മാത്രം ആഡ് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം നമ്മൾ ഈ സ്കാനർ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ മൊമെൻറ്റ് വരുന്ന സ്റ്റോക്കുകൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അലേർട്ട് കാണിച്ചു തരും പറയുന്നത് കാരണം മാർക്കറ്റ് താഴെ പോയാലും ഇറങ്ങിയാലും റീഎൻട്രി വന്നാലും നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ ഇവിടെ ഈ അലേർട്ട് സിഗ്നൽസ് നമുക്കിങ്ങനെ മെസ്സേജ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സിഗ്നൽസിൻ്റെ അലേർട്ട് വന്നു, അതോടൊപ്പം ബാങ്ക് നിഫ്റ്റി തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതോ മാർക്കറ്റ് തിരിഞ്ഞിറങ്ങുകയാണെന്നുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ അലേർട്ട് നിങ്ങൾക്ക് വരും. അതോടൊപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഈ ചാർട്ട് നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് റെഡ് കളർ പ്രോപ്പർ സെല്ലിലേക്കുള്ള, ഇപ്പോൾ അപ്പോളോ ടയറിന് പ്രോപ്പർ സെല്ലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രോപ്പർ ഡൗൺ മാർക്കറ്റിലേക്ക് ഇപ്പം മാർക്കറ്റ് തിരിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ കറക്റ്റ് പൊസിഷൻ നമുക്ക് പോകുന്ന സമയത്ത് ഇത് കണ്ടോ, രാവിലെയും ഒരു ഡൗൺ ആയിരുന്നു, നല്ല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് സൈഡ് വേസ് വന്ന് തിരിഞ്ഞിറങ്ങുന്നതിന് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെ ഇറങ്ങി. അപ്പോൾ ഇത് സിഗ്നൽസ് വന്ന് തിരിഞ്ഞിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആ പൊസിഷനിൽ നമുക്ക് കിട്ടി അവിടെ ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ അതോടൊപ്പം കറക്റ്റ് പൊസിഷനിൽ നമുക്ക് ആക്ച്വലി നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ മനസ്സിലാക്കി തരും. അപ്പോൾ മാർക്കറ്റ് തിരിഞ്ഞോ, മാർക്കറ്റ് ട്രെൻഡി ആണോ, അതോ സെല്ലിലേക്ക് പോവുകയാണോ എങ്കിൽ പ്രോപ്പർ സെല്ല്, അതോടൊപ്പം ഡൗൺ കളർ ആരോ. അപ്പോൾ സൈഡ് വേസ് ആണ് സൈഡ് വേസ്. പ്രത്യേകിച്ച് ആരോ കൺഫർമേഷൻ, അതായത് 3 ആരോ കൺഫർമേഷൻ കൂടുതലുള്ള സ്റ്റോക്ക് നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് കറക്റ്റായിട്ട് നമുക്ക് മാർക്കറ്റ് ട്രെൻഡ് തിരിയുന്ന പൊസിഷനിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ തരും. ഓക്കെ, അതോടൊപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന സ്റ്റോക്ക് സജഷൻ ലിസ്റ്റ് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചേക്കുക.
ഇപ്പം അതിൽ മാർജിൻ ഒരുപാട് കൂടുതലുള്ളവർക്കാണ് നമ്മുടെ സ്റ്റോക്ക്, അതായത് സ്റ്റോക്കിലേക്കും നമുക്ക് എടുക്കാനായിട്ട് സ്റ്റോക്ക് ഓപ്ഷനിലേക്കും എടുക്കാനായിട്ടുള്ള നമുക്ക് പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റാണ് ഞാൻ ഈ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. അതുപോലത്തെ ലിസ്റ്റ് മാത്രം നിങ്ങൾ വാച്ച് ലിസ്റ്റിലേക്ക് പെടുത്തുക. ഓക്കെ, അതോടൊപ്പം നിങ്ങൾക്ക് ആക്ച്വലി എന്തെങ്കിലും അഥവാ സ്റ്റോക്കിന് സജഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അഥവാ ഏത് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നെ വിളിച്ച് ഡെമോ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം കോൾ വിളിക്കുന്ന നമ്പർ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെയും പറയുന്നു 81390344 ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് കാണാം. ഇന്നത്തെ TCSൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ TCSൽ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൽ സിഗ്നൽ വന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 215 വന്നതാണ്. രാവിലെ ഇതിനൊരു ബൈ ഹൈക്ക് പോയിട്ടുണ്ട്. നല്ലൊരു ബൈ ട്രെൻഡാണ് നമുക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കേണ്ട വിധം ഞാൻ പറഞ്ഞു തരാം. സിഗ്നൽ വരുമ്പോൾ കൺഫർമേഷൻ ലെവൽസ്, അതായത് ക്യാൻഡിലും റെഡ് വേണം, താഴെയും റെഡ് വരണം, സെൽ സോണും ആകണം. ഇത് മൂന്നും ഓക്കെയാണ്. അടുത്ത ക്യാൻഡിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 3305 ബ്രേക്ക് ചെയ്ത് നേരെ ലെവൽ മുകളിലേക്ക് കയറി 3365 വരെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെല്ല് വന്നു. ആ മാർക്കറ്റ് പിന്നെയും എഗെയിൻ കയറിയിട്ടാണ് സെല്ല് വന്ന് കൺഫേം ആയിട്ടില്ല, സൈഡ് വേസ് ആണ്. ഇപ്പോൾ ബ്രേക്ക് ഔട്ട് പോകുന്നതേ ഉള്ളൂ, കൺഫേം ആയി വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതോടൊപ്പം ഇൻഫിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. രാവിലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് പോയിട്ട് അപ്രോക്സിമേറ്റ് 1479 മാർക്കറ്റ് ബ്രേക്ക് പോയിട്ട് 91 വരെ പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നല്ലൊരു പ്രോഫിറ്റ് രാവിലെ തന്നെ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെല്ല് വന്ന് കൺഫേം ആയി നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് 1478 നേരെ താഴ്ത്തിറങ്ങി 69 വരെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഒരു ബൈ വന്നു, പക്ഷെ കൺഫേംഡ് അല്ല. ഓക്കെ, അതോടൊപ്പം നമുക്ക് ആക്ച്വലി മാർക്കറ്റിൻ്റെ LNTയുടെയും ഞാൻ മൊമെൻറ്റ് കാണിച്ചു തരാം. LNTയും ഇതുപോലെ തന്നെ മാർക്കറ്റിൽ മോർണിംഗിൽ തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അപ്രോക്സിമേറ്റ് മാർക്കറ്റ് മോർണിംഗിലേക്ക് കയറിയിട്ടുണ്ട്. 2125 ബ്രേക്ക് ചെയ്തിട്ട് 40 വരെ നമുക്ക് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന് സെല്ല് മാർക്കറ്റ് ഒരു ഹൈക്കിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതുപോലത്തെ ട്രെൻഡ് ഇടയ്ക്ക് കാണുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ കൺഫർമേഷൻ വരുന്നത് ഓൾറെഡി കുറച്ച് താഴ്ത്തിറങ്ങിയിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് സഡൻ ഒരു ഡൗണിഷ് ആയിരിക്കും. അവിടുന്ന് എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ താഴെ വന്നിട്ടാണ് തരുന്നത്. അവിടുന്ന് എടുക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് റിവേഴ്സും പോയിട്ടുണ്ടാകും. ഇങ്ങനത്തെ ചില സമയത്ത് പൊസിഷൻസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ റിസ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെൽസിൽ വരുന്ന സമയത്ത് റിസ്ക് ട്രേഡിൽ നമുക്ക് ആ സഡൻ ഹൈക്കിൽ നമുക്ക് താഴെ പോകുന്ന സമയത്ത് കൺഫർമേഷൻ നോക്കാതെ നമുക്ക് റിസ്കി ട്രേഡായിട്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം അതെപ്പോഴും ഒരുപാട് ഇറങ്ങാതെ അതേ ഒരു ലെവലിൽ തന്നെ എപ്പോഴും വരുന്ന സിറ്റുവേഷൻ എപ്പോഴും കാണാറുണ്ട്. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് റിസ്കിൽ നേരത്തെ സിഗ്നൽ വരുന്ന സിറ്റുവേഷൻസ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ബ്രേക്ക് ഔട്ട് പോയതിന് ശേഷം മാത്രം എടുക്കുക. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് അല്ലാതെ ഭാരതീയട്ടിലും സെയിം ഇതേപോലെ പോർഷൻ ആയിരുന്നു. നമുക്ക് ഗ്യാപ് ഡൗൺ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് പ്രോപ്പർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോർഷൻ അപ്രോക്സിമേറ്റ് 772 നേരെ ഒരു താഴേക്ക് അപ്രോക്സിമേറ്റ് 57 വരെ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന ബൈയും ഇതേ സിറ്റുവേഷൻസിലായിരുന്നു ബൈ ഉണ്ടായിരുന്നു. ബൈ സിഗ്നൽ കൺഫേം ആയി വരുന്ന സമയത്ത് മാർക്കറ്റ് ഓൾറെഡി ഫസ്റ്റ്, അതായത് റീ എൻട്രി ലെവൽ വന്ന് അവിടുത്തെ ടാർഗറ്റ് ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് കയറി. ഇപ്പോൾ ഇത്ര സഡൻ ഹൈക്ക് വരുമ്പോൾ ചിലപ്പോൾ കയറുമ്പോഴത്തേക്ക് ഒരു സഡൻ ആയിട്ടൊരു മാർക്കറ്റ് ബുള്ളിഷ് വരും. ആ സമയത്ത് കൺഫർമേഷൻ, ചില സമയത്ത് ഒരു ഹൈക്ക് വന്നിട്ട് അത് തിരിച്ച് അതേ ലെവലിൽ തന്നെ ബ്രേക്ക് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സോഫ്റ്റ് അവിടെ കൺഫർമേഷൻ തരാത്തത്. അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതിപ്പോൾ കൺഫർമേഷൻ തരാത്ത സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതാണ്. അത് ഇറ്റ്സ് യുവർ ഓൺ റിസ്ക്. ആ റിസ്ക് നമുക്ക് മനസ്സിലാക്കി മാർക്കറ്റിൻ്റെ ഇത്രയും ഡൗൺ ഇറങ്ങി പെട്ടെന്ന് പോകുമ്പോൾ സഡൻ ഹൈക്ക് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്പോസ് എടുക്കാം, പക്ഷേ റിസ്ക് ആണ്. ഓക്കെ, ചില സിറ്റുവേഷൻസിൽ അത് ചിലപ്പോൾ കയറിയും പോകാൻ, ചിലപ്പോൾ അതേപോലെ തിരിച്ചും വരാം. അതുകൊണ്ടാണ് അവിടെ സോഫ്റ്റ്വെയർ കൺഫർമേഷൻ തരാത്തത്. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ അപ്പം LNT നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ കാണിച്ചു. അതേപോലെ തന്നെ TCSൻ്റെയും പിന്നെ ഇൻഫിയുടെയും സെയിം ഇതേ പൊസിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോളോ ടയറിൻ്റെയും ഇതേപോലെ തന്നെ മാർക്കറ്റ് നല്ലത്. അപ്പോൾ രാവിലെ തന്നെ ഇതേപോലത്തെ മൊമെൻറ്റ് വരാനായിട്ട് നല്ല എളുപ്പമുള്ള സ്റ്റോക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഈ സജഷൻ ലിസ്റ്റിലേക്ക് ഞാൻ എപ്പോഴും കാണിച്ചിട്ടുള്ള പോലെ ആ സജഷൻ ലിസ്റ്റിൽ ആ സ്റ്റോക്ക് നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി രാവിലെ ഒരു നല്ല മൊമെൻറ്റ് കിട്ടാനായിട്ട് വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, അതോടൊപ്പം കമ്മോഡിറ്റി മാർക്കറ്റിനെ ഞാൻ കാണിച്ചു തരാം.
കമ്മോഡിറ്റി മാർക്കറ്റിൽ സിൽവറിൻ്റെ ചാർട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എപ്പോഴും 15 മിനിറ്റ് ടൈം ഫ്രെയിം വയ്ക്കുക. 5 മിനിറ്റിനകത്ത് എപ്പോഴും സ്കാൽപ്പിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ് കൂടുതലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 15 മിനിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്രോക്സിമേറ്റ് ഇന്നലെ വന്ന ബൈയുടെ കണ്ടിന്യൂവേഷനാണ് ഇത് പോയിരിക്കുന്നത്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്രോക്സിമേറ്റ് നല്ല രീതിയിൽ ഒരു അപ്രോക്സിമേറ്റ് 400 പോയിൻറ്റ്സോളം നമുക്ക് ആക്ച്വലി ഇതിന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല രീതിയിലൊരു ഹൈക്ക് മോർണിംഗിൽ തന്നെ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിൽവറിൽ ഈവനിങ് സ്ട്രാറ്റജിയിൽ നല്ല ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ട്രേഡാണ് ഈ സിൽവറിനകത്ത്. സിൽവർ മൈക്രോ മിനി അങ്ങനെ പലതിലും ചെയ്യാം. നമുക്ക് സിൽവറിൽ വളരെ കുറച്ച് മാർജിൻ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് സിൽവർ. അപ്പോൾ സിൽവറിൽ എപ്പോഴും വയ്ക്കുന്ന ടൈം 15 മിനിറ്റ്, 5 മിനിറ്റ് സ്കാൽപ്പിങ്ങിലാണ് 15 മിനിറ്റ് വയ്ക്കുക. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ കൺഫർമേഷൻ ലെവൽസ് നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ബെസ്റ്റ് ആക്യുറസിയോട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം ഫോറക്സിൽ നിങ്ങൾക്ക് ആക്ച്വലി ബെസ്റ്റായിട്ട് ഒരു ഈവനിങ് ട്രേഡിലൂടെ ഫോറക്സിൽ ഒരു സ്കാൽപ്പിങ്ങിൽ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. സ്കാൽപ്പിങ്ങിന് അതിൻ്റേതായ റിസ്ക് ഫാക്ടർ ഉണ്ട്. പക്ഷേ നമുക്ക് 5 മിനിറ്റ്സ് ഉപയോഗിച്ചിട്ട് സ്കാൽപ്പിംഗ് ചെയ്യാവുന്നതാണ്. കുറച്ച് ചെറിയ പോയിന്റ് നമുക്ക് ആക്ച്വലി നമുക്ക് ഏൺ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ സിഗ്നൽസും ഇതിനകത്ത് സക്സസ്ഫുൾ ആവത്തില്ല. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 4 ലെവൽ കൺഫർമേഷൻ ഇവിടെ പ്രത്യേകം നോക്കിയിട്ട് മാത്രമേ ട്രേഡ് എടുക്കാവുള്ളൂ. ക്യാൻഡിൽ കളറ്, താഴത്തെ കൺഫർമേഷൻ ബാർ, പ്രൈസിങ് സെൽസും അതോടൊപ്പം സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ വന്നിട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. ഓക്കെ, അപ്പം ഇന്ന് രാവിലെ നോക്കുകയാണെങ്കിൽ ഗോൾഡിന് ആക്ച്വലി മോർണിംഗിൽ വലിയ മൊമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. മോർണിംഗിൽ മാർക്കറ്റ് ഫ്ലാറ്റ് ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ ഓപ്പൺ ആയിരുന്നു. സിഗ്നലിൻ്റെ കണ്ടിന്യൂവേഷൻ ഇന്ന് കുറച്ചൊന്ന് ബൈയിലേക്ക് പോയിട്ട് അഗെയിൻ സെല്ല് തന്നു. സെല്ല് അപ്രോക്സിമേറ്റ് ചെറിയൊരു പോയിന്റ് ഒരു കൺഫർമേഷൻ വന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ 7.5 ഒരു ചെറിയ ഇറക്കം ഇറങ്ങിയിട്ടുണ്ട്. 7.1 വരെ ചെറിയ പോയിന്റ് ഏൺ ചെയ്തിട്ട് അതേപോലെ മാർക്കറ്റ് തിരിച്ചു കയറി. ഇതേപോലെ തന്നെ കൺഫർമേഷൻ വന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് ബൈ ട്രെൻഡ് തന്നിട്ടുണ്ട്. ഒരു അപ്രോക്സിമേറ്റ് നമ്മൾ ലെവൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് 1877 നേരെ ഒരു 84 വരെ കയറിയിട്ടുണ്ട്. നല്ലൊരു ബൈ ഹൈക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം എഗെയിൻ സൈഡ് വേസ് വന്ന് പിന്നെ എഗെയിൻ രണ്ടാമതും ബ്രേക്ക് ചെയ്തു. അവിടുന്ന് നമ്മൾ 82 എടുത്തിരുന്നെങ്കിൽ നമുക്ക് മാർക്കറ്റ് നേരെ ഒരു 86 വരെ കയറിയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ലെവലിൽ നിന്ന് ഗോൾഡിൽ നിന്ന് സ്കാൽപ്പിംഗ് ലേൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് നേരം ചാർട്ടിൽ മുന്നിലിരിക്കേണ്ട ആവശ്യമില്ല. സ്കാൽപ്പിങ്ങിന് 5 മിനിറ്റ്സ് സെറ്റ് ചെയ്യുക. ഇതേപോലെ ബ്രേക്കൗട്ട് പിടിക്കുന്ന സമയത്ത് മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി.